ഇങ്ങോട്ട് നോക്ക്. ഞാനാ പോളച്ചനാ മോളെ. രാഹുൽ വീട്ടിലില്ല. അതറിഞ്ഞോണ്ടാ വന്നത്. അമ്മോ, എന്തിനാ എന്നെ തള്ളി മാറ്റിട്ട് ഇങ്ങോട്ട് വന്നത്? ഇത്രയും നേരം കോളിംഗ് ബെൽ അടിച്ചിട്ട് എന്തേ ഡോറ് തുറക്കാഞ്ഞ വിദ്യേ? അതെ, നിന്റെ അലർച്ച കേട്ടപ്പോ ഓടി വന്നതാണ് ഞാൻ. നീയാണെങ്കി വീട്ടിൽ ഒറ്റയ്ക്കും ആണല്ലോ, അതുകൊണ്ടാ ഓടി വന്നത് ഞാൻ. നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാ പെണ്ണേ. ഈ സമയത്തോ കോൾ ചെയ്ത പോരായിരുന്നോ? ഗുഡ് ക്വസ്റ്റ്യൻ. ഒരു സെക്കൻഡ് സമയം തരുമോ വിദ്യ? അത് നിന്റെ കെട്ടിയോനല്ലേ? ഞാൻ ഈ കെട്ടിടത്തിന്റെ അപ്പുറത്തും, അതുകൊണ്ടാ കെട്ടിയോനെ പോലെ രക്ഷിക്കാൻ വന്നത്. പൊളച്ച, ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് നിലവിളിച്ചതാ. നിങ്ങൾ പോവാൻ നോക്കാം. സ്വപ്നത്തിലെ നിലവിളിച്ച പോലെ അല്ല, പേടിച്ച് നിലവിളിച്ച പോലെയാ തോന്നിയേ. വിദ്യേ, മനസ്സ് ശരിയല്ലെങ്കിലുണ്ടല്ലോ വീടൊരു മരണ വീട് പോലെ തോന്നും. എനിക്ക് ഭയങ്കര തലവേദന. നിങ്ങൾ പ്ലീസ് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? പ്ലീസ്. തലവേദനയോ? ബെഡ്റൂം മോളിലാണല്ലോ. ജെൻഡു ബാമ തേച്ച് ഞാനൊരു മസാജ് ചെയ്യാം. തലവേദന പമ്പ കിടക്കും. ജെൻഡു ബാമ എവിടെയുള്ളത്? കേൾക്കുന്നില്ലേ? പൊളച്ച, അവിടെ നിക്ക്. രാഹുൽ ഇവിടെ ഇല്ല. മര്യാദ പുറത്തു പോകാൻ നോക്കാം. ചെല്ല്. എന്തിനാ വിദ്യ ടെൻഷൻ അടിക്കുന്നേ? എനിക്കൊരു ടെൻഷനും ഇല്ല. നിങ്ങൾ ആദ്യം ഇവിടെ എഴുന്നേക്ക്. ഈച്ച വീട്ടിലുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണല്ലോ. അതായത് അവിഹിതം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങൾ ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? ഇവിടുന്ന് പോയേ. ഗുഡ് ക്വസ്റ്റ്യൻ. ഒരു നിമിഷം സമയം തരും വിദ്യ. ടിവിയിൽ നീ ന്യൂസ് കണ്ടായിരുന്നോ? 3 പേര് ചേർന്ന് മേഘന എന്നൊരു പെണ്ണിനെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊന്നത്. അവര് 3 പേരും ജയിൽ ചാടി രക്ഷപ്പെട്ടത്രേ. നീയും ഒരുപാടങ്ങ് രക്ഷപ്പെടുന്നുണ്ടല്ലോ. ആ ചെകുത്താന്മാരെ ഇങ്ങോട്ടെങ്ങാനും. കൊച്ചു കള്ളി, നിന്റെ ഇഷ്ടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവന്മാർ റൗഡി ഗാങ്ങിനെ പോലെ റേപ്പിംഗ് ഗാങ് ആണത്രേ. നിന്നെ പോലെ തനിച്ചിരിക്കുന്ന പെണ്ണുങ്ങളാണ് അവന്മാരുടെ ടാർഗറ്റ്. അമ്മോ, എന്താ ശബ്ദം? അതേ വന്നു തോന്നുന്നു. വരൂ, നമുക്ക് പോയി നോക്കാം. വേണ്ട, ഞാൻ ഈ കബോർഡിലോടിച്ചോളാം. പേടിയാവുന്നല്ലോ. തള്ളല്ലേ, ഞാൻ വീഴും. പുറത്തു പോയെന്നല്ലേ പറഞ്ഞേ? അത് ഞാൻ കള്ളം പറഞ്ഞതാ. എന്റെ ഭർത്താവിനെ ഞാനാ കൊന്നത്. നീയാണോ കൊന്നത്? യെസ്, ഞാൻ തന്നെയാ കൊന്നത്. நான் தான் கொன்னேன். രാഹുൽ, ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആഡ് ഫിലിം മേക്കർ. ആക്ഷൻ. എന്താ കുട്ടി, ഷോട്ടിനിടയ്ക്ക് നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഇത് ഷൂട്ടിങ്ങാ. നിങ്ങളുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഈ വായിലെ ജീവനെ കൊല്ലാൻ നോക്കുകയാണോ? ഈ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ അറിയായിരുന്നു. താനും തന്റെ തൊപ്പിയും. എന്ത് പാടാ? എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. ഒരു അനാഥാശ്രമത്തിലാണ് ഞാൻ വളർന്നത്. ആ ആശ്രമത്തിന്റെ ഫൗണ്ടറാണ് സുന്ദരേശൻ സാർ. മഹാലക്ഷ്മി, ഒന്നിങ്ങി വന്നേ. എന്താ ചേച്ചി? നിന്റെ അമ്മ അകത്ത് നല്ല കറി ഉണ്ടാക്കാൻ തോന്നുന്നു. മണം ഇവിടെ വരെ വരുന്നുണ്ടല്ലോ. അമ്മയല്ല ഉണ്ടാക്കുന്ന, ഏതോ ഒരു അങ്കിളാ ഉണ്ടാക്കുന്ന. ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ബിരിയാണിയോ? അതേ മോളെ വിദ്യയെ, മറ്റുള്ളവര് കുറച്ച് കാശ് തന്നിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറയും. പക്ഷെ ഇദ്ദേഹം ഉണ്ടല്ലോ,
സ്വന്തം കൈകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുക. എക്സ്ക്യൂസ് മീ, ഐ എം വിദ്യ. നൈസ് ടു മീറ്റ് യു. I love you. I love you. I love you. വാടാ. I love you. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വന്നപ്പോ മുതൽ ഞാൻ നോക്കുക. ഐ ലവ് യു എന്ന് ഹച്ച് ഡോഗിനെ പോലെ പുറകെ നടക്കാണല്ലോ. അല്ല, ആരാ നിങ്ങള്? Hello, ma'am. This is Mr. Rahul, a famous art filmmaker. ഇന്ത്യയിലെ ടോപ്പ് ബ്രാൻഡ് ആർട്ട് കമ്പനി മേക്കേഴ്സ് എല്ലാം ഇദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ആഡിൽ അഭിനയിച്ച മതി ടോപ്പ് മോഡൽ ആകാന്ന് കരുതി ഒരുപാട് മോഡൽസ് ഇദ്ദേഹത്തിന്റെ വിളിക്കായി കാത്തിരിക്കുക. അത്രയും വാല്യൂ ഉള്ള ഇദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി. That's okay. സന്തോഷ്. വിദ്യ, എന്നെപ്പറ്റി ദാസ് പറഞ്ഞത് മാത്രമല്ല, ഞാൻ യൂഷ്വലി ഒരു ആഡ് ഫിലിം എടുത്താലും ഫോട്ടോ എടുത്താലും എന്നെക്കാളും നന്നായിട്ട് ആരും ചെയ്യാൻ പറ്റില്ലെന്ന് ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ വെച്ച ഫ്രെയിമിൽ നീ എൻട്രായി ആ ഫ്രെയിമിന് 100 മടങ്ങ് ബ്യൂട്ടിയാണ് കൂടിയത്. ഇറ്റ്സ് $1 million ഷോട്ട്. അതുപോലെ തന്നെ നീ എൻ്റെ ലൈഫിൽ എൻട്രായ എൻ്റെ ജീവിതവും നല്ല മനോഹരമായി മാറും. സോ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടുതലൊന്നും ആലോചിക്കേണ്ട വിദ്യയെ, ഗോ ഹെഡ്. എവിടുന്നാണ് ഇത്രയും വെള്ളം? അതെടാ വെള്ളം ഇതെവിടുന്ന? എവിടുന്നാണ് ഇത്രയും വെള്ളം? എവിടുന്ന് ഇത്രയും വെള്ളം? എന്തോ അതാ എനിക്കും അറിയാത്ത. എന്റെ അമ്മോ, ഇതൊക്കെ ആ മരിച്ചുപോയ രാഹുലിന്റെ ആത്മാവിന്റെ പണിയാ. വായടക്കടാ.